എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ്. മെയിനായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് സ്ക്വാഷ് ആൻഡ് ജാമിൻ്റെ ബിസിനസ്സാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇന്ന് സ്ക്വാഷ് ജാമിനൊക്കെ ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റമാണ്. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മളായാലും ഓരോരോ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇതിലെന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. മറിച്ച് നമുക്ക് ഹോം മെയ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ വിശ്വസിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സീസൺ അനുസരിച്ചുള്ള പഴങ്ങൾ യൂസ് ചെയ്തിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത പാനീയങ്ങൾ, അതുപോലെ തന്നെ ജാമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ഷോപ്പുകളിലും അടുത്തുള്ള കടകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിൽക്കാനും പറ്റും. അപ്പോൾ എക്സാമ്പിളായിട്ട് പാഷൻ ഫ്രൂട്ടില്ലേ, അതിൻ്റെയൊക്കെ ജാമിനാണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ആളുകൾ മുന്തിരിയുടെ സ്ക്വാഷ് നിർമ്മിക്കുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ കാന്താരി നാരങ്ങേൻ്റെ സിറപ്പുണ്ട്, ജാതിക്ക, മാങ്ങ, പപ്പായ, നെല്ലിക്കയുടെ ജ്യൂസ്, സിറപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഈ തരത്തിലുള്ള ഫ്രൂട്ട്സ് എന്താണോ, നിങ്ങളുടെ ഏരിയയിൽ കോമൺ ആയിട്ട് കിട്ടുന്ന എന്താണോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ തരത്തിലുള്ള ജാമൻ സ്ക്വാഷൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ടുള്ള ഒരു ഇതല്ല. കാരണം നമ്മൾ മെയിനായിട്ടും ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ ഇപ്പോൾ പൈനാപ്പിൾ ജാം, അതുപോലെ തന്നെ സ്ട്രോബെറിയൊക്കെ കോമൺ ആയിട്ട് കിട്ടും. പക്ഷേ ഈ ചക്കയുടെ ഒക്കെ ജാം ഉണ്ടാവല്ലോ, അപ്പോൾ അതൊക്കെ റെയറാണ്. ചക്കയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ. അതുപോലെ തന്നെ സ്ക്വാഷ്, മാംഗോൻ്റെ സ്ക്വാഷ് ആണെങ്കിലും ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പം നമ്മൾ എപ്പോഴും വെറൈറ്റി പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കുക, എന്നിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസോ സ്ക്വാഷോ പ്രിപ്പയർ ചെയ്യുന്ന നീറ്റായിട്ടുള്ള ഗ്ലൗസൊക്കെ ഇട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കും. നമ്മൾക്ക് എല്ലാവർക്കും നീറ്റായിട്ട് ഉണ്ടാക്കുന്ന കാണുമ്പോൾ പിന്നെയും വാങ്ങിക്കാനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ ഓഫ്ലൈനായിട്ടൊക്കെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് FSSAI രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലൈസൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ട്. ഓഫ്ലൈനായിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സിലബസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വായിച്ച് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ.